അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി അതെ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി ഈ മീൻ ഗ്രില്ലടിക്കൽ തന്നെയാണ്. ഇതിന്റെ പുറകിലൊരു വലിയ സ്റ്റോറി ഉണ്ട് ഗൈസ്. ഞാനിതെങ്ങനെ സഹിക്കും? വലിയ അരിയത്ത് ചൂണ്ടയും കൊളുത്തും ബാഗും ഒക്കെ ആയിട്ട് ഇറങ്ങിപ്പോയാൽ ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് മേടിച്ചതാണിത്. മീൻ കിട്ടാത്ത വിഷമത്തിൽ ഗ്രില്ലടിച്ച ആ വിഷമം തീർക്കാലോ എന്നും പറഞ്ഞ് പിന്നെ ഞാനും കൂടി. പിന്നെ ഞാനിതിനൊന്നും നിന്നില്ല. ഇതെല്ലാം കണ്ടു നിൽക്കാൻ മാത്രമേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. ഈ കരങ്ങൾ കണ്ടാൽ അറിഞ്ഞൂടെ എന്റേതല്ല ഗൈസ്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. ആ രമണൻ ഇവിടെ എപ്പോഴും ഉണ്ടാവും. ഇതിവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ കാത്തു നിൽക്കുന്ന ഇവൻ മാത്രമാണ്. ഞാൻ സഹായിക്കാത്തതല്ല, വേണ്ടാന്ന് പറഞ്ഞിട്ടാ. എന്ത് പറ്റി രമണ? ഞാനിതിന്റെ റെസിപ്പി ഒന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞ് വിഷമം വേണ്ട, അത് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറെ നേരമായി. ഞങ്ങളൊരു 8 മണിക്ക് വെച്ചതാണ്. എന്ത് വന്നപ്പോൾ ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ടാവും. തിരിച്ചും മറിച്ചും വിട്ട് എണ്ണ തൂത്ത് നാരങ്ങാനീരെല്ലാം ഒഴിച്ച് ഞങ്ങൾ വേവിക്കുന്നൊക്കെ ഉണ്ട്. ആയി വന്നപ്പോൾ ലേറ്റ് ആയിന്നേ ഉള്ളൂ. കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു 3-4 ട്രിപ്പോളം ഞങ്ങൾ വെച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് ഇതൊന്ന് വെന്ത് കിട്ടിയത്. അമ്മ ഒരു സൈഡിൽ ദോശ സാമ്പാറും എല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പണി പെട്ടെന്നായി. 11:30 കഴിക്കാൻ പറ്റി. മീൻ അടിപൊളിയായിരുന്നു കേട്ടോ. അത്ര നേരം നിന്ന് വേവിച്ചത് കൊണ്ടാകാം. അപ്പോൾ ഓക്കെ ഗൈസ്.